നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആകാശച്ചുഴിയിൽ കുടുങ്ങിയ ഇൻഡിഗോ വിമാനത്തിന് വ്യോമപാത പാകിസ്ഥാൻ നിഷേധിച്ച സംഭവത്തിൽ അപകടമൊഴിവാക്കിയത് ഇന്ത്യൻ വ്യോമസേനയുടെ ഇടപെടൽ. ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് അമൃത്സർ മേഖലയിലൂടെ സഞ്ചരിച്ച ഇൻഡിഗോ 6E-2142 വിമാനത്തിലെ പൈലറ്റാണ് പാക് വ്യോമമേഖല ഉപയോഗിക്കാൻ അനുമതി തേടി ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനെ സമീപിച്ചത്. എന്നാൽ ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന വിമാനത്തെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സഹായിച്ചതെന്ന് വ്യോമസേന വൃത്തങ്ങൾ പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. 227 യാത്രക്കാരുമായി പറന്ന വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ആടി ഉലഞ്ഞിരുന്നു. ഇതോടെയാണ് പൈലറ്റ് വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയത്. ഇൻഡിഗോ പൈലറ്റിന്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ നിരസിക്കുകയായിരുന്നു. ഇന്ത്യൻ നോർത്തേൺ ഏരിയ കൺട്രോൾ ഉടൻ തന്നെ ഇൻഡിഗോ പൈലറ്റിന് ഉപദേശം നൽകുകയും ഡൽഹി കൺട്രോളുമായി ഏകോപനം ആരംഭിക്കുകയും ചെയ്തു. അടിയന്തര അനുമതി ലഭിച്ചാൽ ഉപയോഗിക്കുന്നതിനായി പൈലറ്റിന് ലാഹോർ കൺട്രോളിന്റെ ഫ്രീക്വൻസി നൽകി. പാകിസ്ഥാനിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വിമാനം മറ്റൊരു വഴിയിലൂടെ ശ്രീനഗറിലേക്ക് തിരിച്ചുവിട്ടു. ഇവിടെ നിന്ന് ഇന്ത്യൻ വ്യോമസേന നിയന്ത്രണം ഏറ്റെടുക്കുകയും പൈലറ്റിന് തത്സമയ നിയന്ത്രണ വെക്ടറും ഗ്രൗണ്ട് സ്പീഡ് അപ്ഡേറ്റുകളും നൽകിക്കൊണ്ട് സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് പറന്നുയരുന്ന വിമാനം അമൃത്സറിന് സമീപം എത്തിയപ്പോൾ മോശം കാലാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതോടെ പൈലറ്റ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ ലാഹോർ ATCയോട് അനുമതി ചോദിച്ചു. എന്നാൽ പാകിസ്ഥാൻ ATC അനുമതി നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TMC നേതാവും MP-യുമായ ഡെറിക് ഒബ്രിയാൻ, നദീമുൽ ഹഖ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ 227 യാത്രക്കാരുമായിട്ടായിരുന്നു വിമാനം സഞ്ചരിച്ചിരുന്നത്. ആകാശച്ചുഴിയും കനത്ത ആലിപ്പഴ വീഴ്ചയും അതിജീവിച്ച വിമാനം ശ്രീനഗർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. സംഭവത്തിൽ യാത്രക്കാരുൾപ്പെടെ പരിഭ്രാന്തരാകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നെങ്കിലും ആർക്കും പരിക്കേറ്റിരുന്നില്ല. എന്നാൽ വിമാനത്തിന്റെ മുൻഭാഗം ഉൾപ്പെടെ തകർന്ന നിലയിലുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. യാത്ര ആരംഭിച്ച് 45-ാം മിനിറ്റിലാണ് മോശം കാലാവസ്ഥ വിമാനത്തിന്റെ യാത്രയെ ബാധിച്ചെന്ന വിവരം പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചത്. അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടിയ വിമാനം വൈകിട്ട് 6:45-ന് സുരക്ഷിതമായി ശ്രീനഗറിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായതോടെയാണ് വ്യോമപാത ഉൾപ്പെടെ അടച്ച് ഇരു രാജ്യങ്ങളും നടപടികൾ കൈക്കൊണ്ടത്. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമപാതയും പാക് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതും വിലക്കിക്കൊണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും നടപടി സ്വീകരിച്ചത്. അന്തരീക്ഷത്തിലെ വായു സുഗമമായി നീങ്ങാത്തപ്പോഴാണ് എയർ ടർബുലൻസ് അഥവാ ആകാശച്ചുഴി സംഭവിക്കുന്നത്. ഈ സമയത്ത് വായു മുകളിലേക്കും താഴേക്കും ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് നീങ്ങും. സാധാരണ നേർരേഖയിലാണ് കാറ്റിന്റെ സഞ്ചാരം. ഇത് വിമാനയാത്രയ്ക്ക് അനുയോജ്യമാണ്. ഇതിനെ ലാമിനർ പ്രവാഹം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാറ്റിനെ കാലാവസ്ഥ, പർവ്വതങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകുന്നു. ഇത് വായു മറ്റു ദിശകളിലേക്ക് തെന്നിമാറാൻ കാരണമാക്കുന്നു. ഇത് വിമാനം ആകാശത്തോടെ പറക്കുമ്പോൾ കുലുക്കം അനുഭവപ്പെടുകയും വിമാനം വ്യോമയാന പാതയിൽ നിന്നും തെന്നിമാറി അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. ആകാശച്ചുഴി രൂപപ്പെടുന്ന സാഹചര്യത്തിൽ വിമാനത്തിന് പറക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും. നേർരേഖയിൽ സഞ്ചരിക്കുന്ന വായു മറ്റു ദിശകളിലേക്ക് മാറിപ്പോവുകയും ആകാശത്ത് ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന്, ശാന്തമായി കിടക്കുന്ന ഒരു സമുദ്രത്തിൽ കൊടുങ്കാറ്റ് വീശുകയും തിരമാലകൾ രൂപപ്പെടുകയും ചെയ്യും. അതേസമയം തന്നെ സമുദ്രത്തിനുള്ളിൽ ചുഴികളും രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിന് സമാനമായ രീതിയിലാണ് ആകാശത്തും സംഭവിക്കുന്നത്.